പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ഏവർക്കും നമസ്കാരം. എനിക്ക് മനസ്സിലാകാത്തത്, എടോ തൻ്റെ സമ്പത്ത് വരുമ്പോ ഞങ്ങളുടെ കൂടെ ആൺകുട്ടികളില്ലാത്തത് കൊണ്ടല്ല. സ്ഥാനാർത്ഥിക്ക് സ്വീകരണം വെച്ച ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥി വരുമ്പോൾ ഈ വേഷം കെട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ വേഷം കെട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. പ്രവർത്തകരെ മാന്യത പഠിപ്പിക്കണം. പ്രവർത്തകരെ മാന്യത പഠിപ്പിക്കണം. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ 3 പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ യാത്ര ചെയ്യുന്നുണ്ട്. മിസ്റ്റർ സമ്പത്ത് MP യാത്ര ചെയ്യുന്ന ഒരു വഴിയിലും ഞങ്ങളുടെ പ്രവർത്തകന്മാർ മുദ്രാവാക്യം വിളിക്കുകയോ ഭൂമി ആർക്കുകയോ ചെയ്യാറില്ല. പിന്നെ ഈ വേഷം കെട്ടൊക്കെ കണ്ട് വീട്ടിൽ പോകുന്ന ആളല്ല ശോഭാ സുരേന്ദ്രൻ എന്ന് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മനസ്സിലാക്കിയാൽ നല്ലത്. ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഞാൻ ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുന്നിൽ ജനവിധി തേടുകയാണ്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നൂലിൽ കെട്ടിയിറക്കി ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ല. ഇതെന്റെ 7ാമത്തെ തെരഞ്ഞെടുപ്പാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടിക്കിടയിലേക്ക് സഖാക്കളെ കയറൂരി വിട്ട് വൃത്തികേട് കാണിക്കാനാണ് പരിപാടിയെങ്കിൽ നിന്നെയൊക്കെ ജയിലഴികൾക്കകത്തിട്ട് പൂട്ടാൻ ഇവിടെ നിയമമുണ്ട്. ഇവിടെ ഒരു നീതിന്യായ കോടതിയുണ്ട്. ഒരു തർക്കവും വേണ്ട. ഇത് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതല്ല ഈ നാട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് സ്ത്രീധനം കിട്ടിയതല്ല ഈ നാട്. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നയാൾ ഏതൊരു തെരുവീതിയിലും അവർക്ക് സ്വീകരണം ഉണ്ടാകും. പെർമിഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ വാഹന പ്രചരണ ജാഥയുടെ ഭാഗമായി നാട്ടുകാരെ ഇവിടെ യാത്ര ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ സഖാക്കന്മാർക്ക് കാലിളകുമെങ്കിൽ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ നടക്കുന്ന കാര്യമല്ല. മറ്റൊന്ന്, ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടാക്കടയിൽ വന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാനാണ് വന്നത്. അവിടെ കാട്ടാക്കടയിലെ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തില് ഉത്സവം നടക്കുകയായിരുന്നു. പിണറായി വിജയൻ പറഞ്ഞു, അഴിക്കടോ മൈക്ക് സെറ്റ്, അത് കീറി മുറിക്കടോ. നിങ്ങൾ ആലോചിക്കണം, മതവിശ്വാസികൾ ഉത്സവം നടത്തുന്ന ആ ഉത്സവ പറമ്പിൽ പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി എന്ത് ചെയ്തെന്നറിയുമോ? ആ മൈക്ക് സെറ്റ്, ആ അമ്പലത്തിൽ നിന്ന് വരുന്ന നാമജപ മന്ത്രം, അതിനെ കേൾക്കാതിരിക്കാൻ വേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിലെ മൈക്ക് സെറ്റിന്റെ വയർ അത് ഇതുപോലെയുള്ള ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റി. പത്രക്കാർ സാക്ഷി,
കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. സ്ഥാനാർത്ഥി സ്വീകരണ പരിപാടിയുടെ ഭാഗമായി സ്ഥാനാർത്ഥി ഈ ജംഗ്ഷനിൽ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ പ്രാദേശിക മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ നേതൃത്വത്തിൽ സംഘടിച്ച് എന്റെ വണ്ടി ഈ വഴിയോരത്ത് പോകുമ്പോൾ കൂവിയാക്കാൻ ഇവരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനലുകളെ കൊണ്ട് പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ വന്നത് ഈ നിൽക്കുന്ന മുഴുവൻ ജനങ്ങൾ സാക്ഷി, ഈ തെരുവിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾ സാക്ഷി. ഇതാണോ നിയമപരിപാലനം? ഇതാണോ കേരളത്തിലെ പോലീസ്? പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഈ വേദിയിൽ ഈ ജംഗ്ഷനിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങളുമായി സംവദിക്കാനാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നു. ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററായി വീണ്ടും തിരിച്ചു വരികയാണ്. 300-ലധികം വരുന്ന സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അഹന്തയ്ക്ക് കയ്യും കാലും വെച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടി ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സീതാറാം യെച്ചൂരി പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ ചെരുപ്പഴിച്ച് തുടച്ചു കൊടുക്കുന്ന പണിയാണ് കേരളത്തിൽ പിണറായി വിജയന്റെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാം. ഇത് പകൽ പോലെ സത്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ രാഷ്ട്രീയം സമ്മതിക്കും. ഞങ്ങൾ രാഷ്ട്രീയം സമ്മതിച്ചുകൊണ്ടായിരിക്കും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ രാഷ്ട്രീയം സമ്മതിക്കുമ്പോൾ ഞങ്ങൾ അതിനകത്ത് കളവ് പറയില്ല, അതിനകത്ത് കാപട്യം ചെയ്യില്ല. ഞങ്ങൾ ഈ വഴിയോരത്തു കൂടി സ്ഥാനാർത്ഥിയുടെ വാഹനം വരുമ്പോൾ കൂവിയാർക്കാൻ പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ ആരനുവാദം കൊടുത്തു? ഈ ഗുണ്ടകൾക്ക്, ക്രിമിനലുകൾക്ക് ആരാണ് അനുവാദം കൊടുത്തത്? കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ അക്രമം അടിച്ചുവിടാനാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ അതുകൊണ്ടൊന്നും വിജയം നടക്കില്ല മോനെ. ഹൈമാസ് MP, ലൈറ്റിടാൻ മാത്രമുള്ള ഒരു MP, ആ ലൈറ്റിടാൻ മാത്രമായി ഈ പാർലമെന്റിൽ ഒരു MP ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 4.5 വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് മെമ്പറായി ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം പങ്കെടുത്തു വരുന്ന ഒരാളാണ് ഞാൻ. പറയാൻ ആഗ്രഹിക്കുന്നു ജനാധിപത്യ വിശ്വാസികളോട്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 300ഓളം വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഈ നാട്ടിലേക്ക് അനുവദിച്ചു കിട്ടേണ്ടതുണ്ട്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും ഈ നാട്ടിലേക്ക് വന്നിട്ടില്ല. എയിംസ് തരാമെന്ന് പറഞ്ഞു, 200 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. എയിംസ് വാങ്ങാൻ സമ്പത്തിന് പറ്റിയില്ല. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും കൊണ്ടുവന്നില്ല. ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണയെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളോട് വാറോല പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്താ വാറോല? അയ്യപ്പ നാമം ഉരുവിടാൻ പാടില്ല, ശബരിമലയെ കുറിച്ച് പറയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാല കേരളത്തിൽ തുലാമാസം 1-ാം തീയതി മുതൽ ഞാനും എന്റെ സഹപ്രവർത്തകരും കേരളത്തിലെ വിശ്വാസി സമൂഹവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നാമം ജപിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടി, നാമം ജപിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടി, വിരിവെക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടി. അതെല്ലാം നടപ്പിലാക്കി കിട്ടി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബരിമലയിൽ അയ്യപ്പന്റെ ആചാരത്തെ, അനുഷ്ഠാനത്തെ തകർക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ യുവതികളെ മലകയറ്റിച്ചുവെങ്കിൽ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിവുകേടിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. 1. 2, UDF-നെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. അവരെ ശബരിമലയിലെ വിശ്വാസത്തെ, ആചാരാനുഷ്ഠാനത്തെ തകർക്കാൻ UDF അടുക്കളയിൽ ഇരുന്നു കൊണ്ട് ചർച്ച നടത്തി. അവർ പൗടമിട്ടു, പൊട്ടും കുത്തി, ചാരമുറിക്കകത്ത് പോയി അവിടെ അവർ ചർച്ച ചെയ്തു. 1-ാം പ്രതി ഇടതുപക്ഷം, 2-ാം പ്രതി ഇവിടുത്തെ വലതുപക്ഷമാണെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ടിക്കാറാം മീണ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഇതൊന്നും ചർച്ചയാക്കാൻ പാടില്ല.
ഞങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ചർച്ചയാക്കും. ഇക്കാറാം വീണ പിണറായി വിജയന്റെ ഓഫീസിലെ സെക്രട്ടറിയുടെ പണിയെടുത്താൽ ആ പണി ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം. അയ്യപ്പന്റെ പേര് പറഞ്ഞാൽ തൂക്കിക്കൊല്ലുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതെങ്കിൽ അയ്യപ്പന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിവർത്തിനിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. ഇന്ന് അമ്പലമാണെങ്കിൽ നാളെ പള്ളിയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു തർക്കവും വേണ്ട. ഈ കേരളത്തിൽ മതവിശ്വാസികൾക്ക് അവരുടെ ആരാധന നടത്താൻ ഭരണഘടന അനുശാസിക്കുന്ന ആ അംഗീകാരത്തെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന്റെ വെപ്രാളമാണ് ഈ കാണുന്നത്. അവരുടെ പാർട്ടിയിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ 12 പേർ 10 വർഷം മെമ്പറായിരുന്ന വ്യക്തി ഉൾപ്പെടെ 12 പേർ കഴിഞ്ഞ പഞ്ചായത്തിൽ BJPയുടെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരവസരം നൽകും. ആ ഒരവസരം നിങ്ങൾ നൽകിയാൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷക്കാരൻ മാർക്സിസ്റ്റുകാരൻ കെട്ടിപ്പൊക്കിയ അഴിമതിയുടെ കോട്ടയുണ്ട്. ആ കോട്ട ഇടിച്ച് നിരത്തി ഭസ്മമാക്കി കളയും. ആ കോട്ട ഇടിച്ച് നിരത്തി ഭസ്മമാക്കി കളഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും ചേർന്ന് ഒരു മഹാസൗധം ഈ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് നിർമ്മിക്കും. ആ മഹാസൗധം സേവനത്തിന്റെ മഹാസൗധമായിരിക്കും. ആ സേവനത്തിന്റെ മഹാസൗധത്തിലെ കാവൽക്കാരാണ്. എല്ലാവരും തയ്യാറെടുപ്പ് നടത്തുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ കേട്ടതിന്, എന്നെ കണ്ടതിന്, എന്നെ സ്വീകരിച്ചതിന് എന്റെ സഹപ്രവർത്തകർക്ക് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുവാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. വെഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്താൽ മതിയെന്ന് മകളാണ് പറഞ്ഞത്. അത് നന്നായി. നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോഴുണ്ടാകുന്ന ഹാപ്പിനെസ്, അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വെഡിംഗ് ഡ്രസ്സിനൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി. ഓൾ ആ വെഡിംഗ് ഡ്രസ്സിൽ വന്നപ്പോ എന്റെ സാറേ വേറെ ലെവലായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം അതിപ്പോ മതിയായിരുന്നു എന്ന് തോന്നുന്നു. വെഡിങ് തീമിൽ ചേച്ചിയുടെ കൂടെ ഞങ്ങളുടെ ഡ്രസ്സും ഡിസൈൻ ചെയ്തു. അവളുടെ കൂടെ ഞങ്ങൾക്കൊന്നും മിന്നിക്കണ്ടേ? ഒരു അച്ഛൻ എന്ന നിലയിൽ പറയാലോ, എന്റെ മകളുടെ ഇഷ്ടങ്ങൾ അതാണ് എനിക്ക് വലുത്. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം ഡിസൈൻ സെൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്, പെരിന്തൽമണ്ണ. ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.